നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗമാണ് പന്നിപ്പനി. പാലക്കാട് ജില്ലയിലാണ് ഈ ആഴ്ച ആദ്യമായി പന്നിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് തൃശൂരിലെ കടങ്ങോട് പഞ്ചായത്തിലും പന്നിപ്പനി കണ്ടെത്തി. കൂട്ടത്തോടെ പന്നികളിലേക്ക് പടർന്നു പിടിക്കുന്നതാണ് ഈ ഒരു രോഗാവസ്ഥ. എത്രയെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും അതിവേഗം വ്യാപനമാകുന്ന സാഹചര്യത്തിൽ പന്നികളെ കൊന്നൊടുക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ദയാവധത്തിലൂടെ മാത്രമേ രോഗം തടയാൻ സാധിക്കുകയുള്ളൂ എന്ന ചുരുക്കം. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡായ ചാഴിയാട്ടിരിയിലാണ് ആദ്യം ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. രോഗബാധിത മേഖലകളിൽ നിന്നും പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കോ തിരിച്ചോ കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട്. രോഗബാധിത പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാനും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അനധികൃത കടത്ത് തടയാനായി ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളെ ദയാവധം നടത്തി. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്. മണ്ടംപറമ്പ് പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 ഫാമുകളിലെ 300-ൽ അധികം പന്നികളെയാണ് കൊന്നൊടുക്കിയത്. എപ്പിഡമിക് പ്രോട്ടോകോൾ പ്രകാരം RRT പ്രവർത്തകരാണ് പന്നികളെ വധിച്ചത്. ഇതിനുശേഷം ഫാമുകളിൽ തന്നെ സംസ്കരിച്ചു. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേക യോഗം ചേർന്ന് നടപടികൾക്ക് തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം 1500-ലധികം പന്നികളെ ദയാവധത്തിന് ഇരയാക്കിയിരുന്നു. രവിയുടെ ഫാമാണ് നമ്മൾ തുടക്കത്തിൽ. ഇവിടെ നിന്നാണ് നമുക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു 4 ഫാമുകളും ഉണ്ട്. 4 ഫാമിലൂടെ ഏകദേശം 300 മുതൽ 400 വരെ കാണാവുന്നതാണ്, ആനിമൽസ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ആനിമൽസിനെയും കള്ള് ചെയ്ത് മറവ് ചെയ്ത് അത് സാനിറ്റേഷൻ ചെയ്തിട്ടാണ്. രോഗവ്യാപനം തടയുക എന്നതാണ് പ്രധാനം. മനുഷ്യരിലേക്ക് വൈറസ് എത്തിയാൽ സ്ഥിതി ഗുരുതരമാവുകയും ചെയ്യും. അതേസമയം തന്നെ പന്നിഫാം ഉടമകൾക്ക് കനത്ത തിരിച്ചടിയായി പന്നിപ്പനി മാറുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. ഒരു അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നതും പങ്കെടുക്കുന്നതും കുറ്റമാണോ? നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് വെറുതെ ഇല്ലാതാക്കണ്ടല്ലോ. പക്ഷേ ഈ വിരുന്ന് വെറും വിരുന്നല്ല, പല ഗൂഢാലോചനകൾക്കുമുള്ള സംഗമമാണെന്നാണ് കേട്ടുകേൾവി. എന്തായാലും വിരുന്ന് വിവാദമായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് കോൺഗ്രസിൽ പുതിയ വിവാദം. അത്താഴ വിരുന്നിനെന്ന വ്യാജേന കോൺഗ്രസിലെ വിജയിച്ച അംഗങ്ങളെ ക്ഷണിച്ചു വരുത്തിയതിനെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. ഇഷ്ടക്കാരനെ പാർലമെന്ററി പാർട്ടി നേതാവായി നിശ്ചയിക്കാനാണ് ഇത്തരത്തിൽ വിരുന്ന് നടത്തിയത് എന്ന ആക്ഷേപവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. കുന്നംകുളം നഗരസഭയിൽ വിജയിച്ച നിയുക്ത കോൺഗ്രസ് അംഗങ്ങളെ നിലവിലെ ഭരണസമിതിയിൽ അംഗമായി തുടരുന്ന കൌൺസിലറുടെ വീട്ടിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി KC ബാബു, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് എന്നിവർ കൂടി പങ്കെടുത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ 6 നിയുക്ത കൌൺസിലർമാരും പങ്കെടുത്തിരുന്നു. അത്താഴ വിരുന്നിനെന്ന വ്യാജേന തെറ്റിദ്ധരിപ്പിച്ച് നിയുക്ത കൌൺസിലർമാരെ വിളിച്ചു വരുത്തിയത് നേതാക്കളുടെ ഇഷ്ടക്കാരനെ പാർലമെന്ററി പാർട്ടി ലീഡറായി നിശ്ചയിക്കുന്നതിനുള്ള ഗൂഢതയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. യോഗത്തിൽ നിന്ന് ഷാജി ആലിക്കൽ, മിനി മോൺസി, അനീന ഷിബു, വിമതയായി മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന KP മിനി എന്നിവർ വിട്ടുനിന്നു. നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അത്താഴവിരുന്നൊരുക്കി ഒരു വിഭാഗം നേതാക്കളെ ഒഴിവാക്കി തിരക്ക് പിടിച്ച് യോഗം ചേർന്നതിന് പിന്നിൽ
കോൺഗ്രസിനുള്ളിലെ ഭിന്നതയാണ് കാരണമായിട്ടുള്ളത് എന്നാണ് സൂചന. പുതിയ കൌൺസിൽ കാലയളവിന്റെ തുടക്കത്തിൽ തന്നെയുണ്ടായ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ല് വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാണിച്ച് കോൺഗ്രസ് ശക്തി പ്രാപിച്ചു. അത് ശരി തന്നെ. എന്നാലും ചവിട്ടിക്കുത്തും മുന്നണി പോലും ഉപേക്ഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അധികാരം കിട്ടുമ്പോൾ തന്നെ അടിപിടി തുടങ്ങിയാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തെല്ലാം കാണേണ്ടി വരും? ഇനി ഇതൊക്കെ നടന്നാൽ തന്നെ അത് രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടേ, പരസ്യമാക്കണോ? പണമൊഴുക്കിയ പാലം പണി പാളി. പുന്നേർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ പാലത്തിന്റെ ഒരു വശമാണ് തകർന്നത്. എന്തോ വലിയ അപകടം ഒഴിവായത് വലിയ ആശ്വാസം. നാട്ടുകാരുടെ മുന്നറിയിപ്പുണ്ടായിട്ടും അതൊന്നും ചെവികൊള്ളാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്ന് ആരോപണമുണ്ടായിരുന്നു. ഒടുവിൽ പണി കിട്ടുകയും ചെയ്തു. പണവും പോയി, പാലവും പോയി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പാലത്തിന്റെ തെക്കുഭാഗം ഇടിഞ്ഞു വീണത്. ആൽത്തറ, കുന്നംകുളം, പഴഞ്ഞി, പാറേമ്പാടം എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡിലെ പാലമാണ് തകർന്നത്. ഉച്ചസമയത്ത് തിരക്ക് കുറവായതിനാലാണ് അപകടം ഒഴിവായത്. പാലം തകർന്നതോടെ സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലംപൊത്തി. ഈ സമയത്ത് വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ചമ്മന്നൂരിലേക്കുള്ള കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട്. NK അക്ബർ MLA സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ എടുക്കുവാൻ PWD പാലം വകുപ്പ് അധികൃതരെയും കർഷകരുടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനായി അഗ്രികൾച്ചറൽ അഡീഷണൽ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. MLA നിലയിൽ നമ്മൾ ഇതിന്റെ അപകടാവസ്ഥ നേരത്തെ തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ അടിയന്തരമായിട്ട് ബ്രിട്ടീഷിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് വരും. റോഡ് ഗതാഗത യോഗ്യമാണോ അല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. അത് പറയുന്നതനുസരിച്ച് ക്രമീകരണം ഉണ്ടാവും. പോലീസുമായി സംസാരിച്ച് ചിലപ്പോൾ ഒരു 2 വീലർ 3 വീലർ മാത്രം പോകുന്ന രീതിയിൽ ക്രമീകരിക്കുകയും അതല്ലെങ്കിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വെള്ളം കർഷകർക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് അഗ്രികൾച്ചർ ഡയറക്ടർക്ക് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പുന്നൂർകുളം KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെരിഞ്ഞ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി പഞ്ചായത്ത് പുതിയ മെമ്പർമാരും സ്ഥലത്തെത്തിയിരുന്നു. പാറേമ്പാടം ആറ്റുപുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 9 വർഷങ്ങൾക്ക് മുമ്പ് പഴയ പാലത്തിന്റെ മുകളിൽ തന്നെ ടാറിംഗ് ചെയ്തതാണ് പാലം തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇത് അന്ന് തന്നെ നാട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ പെട്ടെന്നു തന്നെ പുതിയ പാലം നിർമ്മിക്കുമെന്ന് ഉറപ്പ് അധികൃതർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നിർമ്മാണം അന്ന് നടത്തിയത്. എന്നാൽ പിന്നീട് അതിന്റെ തുടർ നടപടി സ്വീകരിക്കാനോ പുതിയ പാലം നിർമ്മിക്കുവാനോ ആരും തയ്യാറായില്ല. അടിയന്തരമായി ഇവിടെ താൽക്കാലികമായി വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യമുണ്ടാക്കി കുറ്റമറ്റ രീതിയിൽ പുതിയ പാലം എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീണ്ടും ഈ തെക്ക് ഭാഗത്ത് അതുപോലൊരു ഭിത്തി കെട്ടിയിട്ട് താൽക്കാലികമായി ഈ സംവിധാനം തുടർന്നു പോകാനുള്ള അവസ്ഥയിൽ ഇവിടെയുള്ള ആളുകളത് സമ്മതിക്കില്ല. താൽക്കാലികമായി അവിടെ മണ്ണ് ചേർത്തിട്ട് പൈപ്പിട്ട് അടിയിൽ കൂടെ കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഇത് മാറ്റി തരണമെന്നാണ്, ഇപ്പം അടിയന്തരമായി ചെയ്തു തരണമെന്നാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ഈ വേനൽ അവസാനിക്കുന്നതിന് മുമ്പ് ഈ പാലം പണി പൂർത്തീകരിക്കാനുള്ള സംവിധാനം കൂടി കാണണം. 2018 മാർച്ചിൽ BMBC നിലവാരത്തിൽ 13 കോടി രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച പാറേമ്പാടം ആറ്റുപുറം സംസ്ഥാന പാതയിലെ മാഞ്ചിറ പാലത്തിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തോട്ടിലേക്ക് തകർന്നു വീണത്. റോഡിലെ മണ്ണ് പൂർണ്ണമായി തോട്ടിലേക്ക് ഇടിഞ്ഞു വീണതിനാൽ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് നെൽ കർഷകരെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് പാലത്തിന്റെ സമീപം 25 മീറ്ററോളം ഭാഗം ഇടിഞ്ഞിരുന്നു. എന്നാൽ അന്ന് ഇത് പരിഹരിക്കാതെ ഇതിനു മുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് പ്രധാന കാരണമെന്നാണ് പൊതുവിലുള്ള ആക്ഷേപം. ജാതി മതങ്ങൾക്ക് അതീതമായി എന്ന് പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ ഒരു ആശയം പൂർണ്ണമാകുന്നത്. മനുഷ്യർ ഒന്ന് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് ഇതുവഴി പൊതുസമൂഹത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. അത്തരത്തിൽ വേദപഠനത്തിന് ജാതി ചിന്തകൾക്ക് അതീതമായി പൊതുവായുള്ള കേന്ദ്രം യാഥാർത്ഥ്യമാവുകയാണ്. മാറ്റത്തിന്റെ വലിയ നന്മ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് നാടും നാട്ടുകാരും ഇവിടെ ഒന്നിക്കുകയാണ്. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി.
വേദസംരക്ഷണത്തിന് കടവല്ലൂർക്കാർ കച്ചകെട്ടിയപ്പോൾ 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ. നമ്പൂതിരിമാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വേദപഠനം ജാതിചിന്തകൾക്കതീതമായി ആഗ്രഹിക്കുന്ന ആർക്കും പഠിക്കാനുള്ള സൌകര്യമാണ് കടവല്ലൂരിൽ ഒരുങ്ങുന്നത്. അന്യോന്യപരിഷത്തിന്റെ വ്യക്തമായ ശ്രമഫലമായാണ് ഈ ഒരു ആശയം നടപ്പിലാക്കുന്നത്. വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിനോട് ചേർന്ന 45 സെന്റ് ഭൂമി വാങ്ങുക എന്ന ലക്ഷ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യപരിഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, തൃശൂർ ബ്രഹ്മസ്വം മഠം. തിരുനാവായിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വേദപഠനം അന്യം നിന്നു പോകാതിരിക്കാൻ പുതിയ പഠന കേന്ദ്രങ്ങൾ ആവശ്യമാണെന്ന് പരക്കെ ആവശ്യമുണ്ടായിരുന്നു. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൌകര്യം അടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യപരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. സർവ്വജനങ്ങളിലേക്കും വേദപഠനം എത്തിക്കുന്നതിനോടൊപ്പം വേദം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത മുൻനിർത്തിയാണ് വേദപഠന കേന്ദ്രം ആരംഭിക്കുന്നതെന്നും പുതിയ തലമുറയിലേക്ക് വേദത്തിന്റെ ശബ്ദമെത്തിക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾക്കൊപ്പം സർക്കാരിന്റെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അന്യോന്യപരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാഷ് പറഞ്ഞു. മാറ്റം ഉൾക്കൊണ്ട് അത് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് കാലത്തിനൊത്തുള്ള സഞ്ചാരം സത്യത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. മനുഷ്യന്റെ സമഗ്രമായ ജീവിത വീക്ഷണം കൂടിയാണ് വേദപഠനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. വേദങ്ങളിലെ അറിവുകളെ ആധുനിക കാലത്ത് എങ്ങനെ ഉപയോഗിക്കാം, ഈ കാലഘട്ടത്തിൽ എങ്ങനെ അത് മുതൽക്കൂട്ടാകും എന്നതുകൂടിയാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യരുടേതുപോലെ തന്നെ ആനയ്ക്കും എപ്പോഴാണ് സ്വഭാവം മാറുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇക്കൂട്ടർക്ക് ദേഷ്യം വരാനും നിമിഷ നേരം മതി. പക്ഷേ കോപം കൂടിയാൽ പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നത് നമുക്കും അനുഭവമുള്ളതാണല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊമ്പൻ ശ്രീധരന്റെ വികൃതി കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്ത് എത്തിയിരുന്നു. എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങിയെങ്കിലും ശ്രീധരൻ അനങ്ങിയില്ല. പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നോട്ട് കുതിച്ച ആന ഫ്ളൈ ഓവർ കുത്തിമറിച്ചിട്ടു. ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലമിറക്കി. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ. ഇതറിയാവുന്ന പാപ്പാന്മാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ആനകളെയും പുറത്തേക്കിറക്കി. ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ട് വഴിയും പുറത്താക്കി. ആനപ്പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടവന്നില്ല. ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി. 11 മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരിപ്പറമ്പിൽ തളച്ചു. മറ്റൊരാനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി. ഭഗവതിക്ക് കളംപാട്ട് ആരംഭിച്ച ദിവസമായതിനാൽ വിളക്കെഴുന്നള്ളിപ്പിന് ഒരാനയുമായി ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഇതിന് കൊമ്പൻ ശ്രീധരനെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആന ഇടഞ്ഞത് കാരണം ഭഗവതിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും വൈകി. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംയോജിതമായി ഇടപെടുക എന്നതാണ് ബുദ്ധി. ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാനും അതുകൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ കൂടിയുണ്ട്. കൊമ്പനെ വേഗം തന്നെ തളയ്ക്കാനായതിനാൽ വലിയ അപകടങ്ങൾക്കിടവരുത്തിയില്ല എന്നത് സമാധാനം. ക്രിസ്തുമസിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആഘോഷങ്ങളുടെ ആരവത്തിലേക്ക് വിശ്വാസികൾ എത്തി. വിപണിയും സജീവമായി. പുൽക്കൂടും ക്രിസ്മസ് പാപ്പയും കേക്കും നക്ഷത്രങ്ങളും തുടങ്ങി ക്രിസ്മസ് വിപണി കളറാണ്. കച്ചവടക്കാരും വലിയ പ്രതീക്ഷയിലാണ്. പുതിയ ഐറ്റംസ് ഇറക്കി വിപണി പിടിച്ചെടുക്കാനുള്ള മത്സരമാണ് കച്ചവടക്കാർക്കിടയിൽ. ട്രെൻഡിനൊപ്പം തന്നെയാണ് ഉപഭോക്താക്കൾ. തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്മസ് അലങ്കാര സാമഗ്രികളുടെ വിൽപ്പന തകൃതിയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലായതിനാൽ റീറ്റെയിൽ വ്യാപാരം എല്ലായിടങ്ങളിലും മന്ദഗതിയിലായിരുന്നു. ക്രിസ്മസ് നക്ഷത്രങ്ങൾ, അലങ്കാരങ്ങൾ, കേക്കുകൾ, സമ്മാനങ്ങൾ എന്നിവ വിപണി കീഴടക്കാൻ സജ്ജമായി. ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ, വിവിധ വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ, ട്രീ ഡെക്കറേഷനുകൾ, റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് പ്രതിമകൾ, ഫൈബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ പതിയുന്ന ക്രിസ്മസ് ട്രീകൾ, ആശംസാ കാർഡുകൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വേഷങ്ങൾ,
തൊപ്പികൾ എന്നിവയ്ക്കാണ് കൂടുതലായും ആവശ്യക്കാരുള്ളതെന്ന് കുന്നംകുളത്തെ വ്യാപാരി ടിജു കല്ലുംപുറം പറഞ്ഞു. ഇത് 1.5 അടി മുതൽ 8 അടി വരെയുള്ള ട്രീകളുണ്ട്. 50-ൽ പരം സ്റ്റാറുകളും ഉണ്ട്. പിന്നെ LED ബൾബ്, നിയോണാണ് ഇപ്പോൾ ഈ കൊല്ലത്തെ തരംഗം. സ്റ്റാറുകൾ തന്നെ ഒരുപാട് മോഡലുണ്ട്. പപ്പാനി ഡ്രസ്സുകൾ, ഗിൽറ്റ് മാലകൾ, അങ്ങനെ ഒത്തിരി വെറൈറ്റികളാണ് ഈ പ്രാവശ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ചൈനയിൽ നിന്നെത്തിക്കുന്ന നിയോൺ നക്ഷത്രങ്ങൾ, LED മാൻ രൂപങ്ങൾ, ബെല്ലുകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട്. ബെൽ ശബ്ദവും ക്രിസ്മസ് ഗാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും ഇത്തവണത്തെ പുതുമകളിലൊന്നാണ്. LED മെഴുകുതിരികൾ വെളിച്ചക്കൂടിൽ വെക്കാമെന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണെന്ന് അരിമാർക്കറ്റിലെ സെയിൽസ്മാൻ സനൽ പറഞ്ഞു. ഇപ്പോൾ ഇത് പുതിയ മോഡലില് പുതിയ യുഗത്തിലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചക്കൂട്. പണ്ട് ഇതിനകത്ത് മെഴുകുതിരി കത്തിച്ച് നടത്തിയായിരുന്നു. അന്ന് ലൈറ്റുകൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ TFL ബൾബുകൾ, ചെറുചിരാതുകൾ എന്നിവ കത്തിച്ച് നമുക്കിത് ആഘോഷിക്കാം. വിവിധ നിറങ്ങളിലുള്ള LED നക്ഷത്രങ്ങൾ 150 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില. പേപ്പർ നക്ഷത്രങ്ങൾക്ക് 100 മുതൽ 500 രൂപ വരെ വിലയുണ്ട്. ത്രിമാന രൂപത്തിലുള്ള നക്ഷത്രങ്ങളാണ് കൂടുതലും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത്. പ്ലാസ്റ്റിക്, മൾട്ടിവുഡ്, മരത്തടി എന്നിവയിൽ നിർമ്മിച്ച പുൽക്കൂടുകൾ വിപണിയിൽ ലഭ്യമാണ്. പ്ലാസ്റ്റിക് പുൽക്കൂടുകൾക്ക് 680 രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൽ നിർമ്മിച്ചവ 350 രൂപ മുതൽ ആരംഭിക്കുന്നു. കൈപ്പിടിയിൽ ഒതുങ്ങുന്നവ മുതൽ 6 അടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും മികച്ച ആവശ്യമാണ്. 250 മുതൽ 8000 രൂപ വരെയാണ് വില. ദേവാലയങ്ങളിൽ നടക്കുന്ന ക്രിസ്മസ് റോഡ് ഷോ ആഘോഷങ്ങൾ വിപണിക്ക് ഉണർവേകുമെന്ന പ്രതീക്ഷയുണ്ട്. ഉണ്ണിയേശുവിന്റെ ജനനം തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസം. മഞ്ഞു പെയ്യുന്ന രാവിൽ നക്ഷത്രങ്ങളുടെ ശോഭയും പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിന്റെ പിറവിയും ക്രിസ്മസ് പാപ്പയുടെ വരവുമെല്ലാം നിറമുള്ള വിശ്വാസത്തിന്റെ കാഴ്ചകളാണ്. വീണ്ടും ഒരു ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.